നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. വരൂ, ഒതേനക്കുറിപ്പ് കരിമലക്കോട്ടയിൽ കടന്നേക്കാണ്. ശിപ്പായിമാരെ മുഴുവൻ പുറത്തെ ഗോപുരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ശിപ്പായിമാരെ മുഴുവൻ ഞാൻ ഇപ്പം എടുക്കൂറുന്നു. കൊന്നു വീഴ്ത്തും, പൂവാഴത്തോട്ടം വെട്ടി നുറുക്കും പോലെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അവർ പേടിച്ച് അകത്തേക്ക് പോകാൻ അനുവാദം കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെയും ഓരോരോ ഗോപുരങ്ങൾ കഴിയുമ്പോഴും കാവൽക്കാരുണ്ട് അവിടെ. ആ കാവൽക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഉദയനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ അകത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കരിമല കന്നി വാഴുന്ന കോട്ടയാണിത്. കരിമല കുഞ്ഞിക്കന്നിയുടെ തിരുവെത്തും സമ്മതവും കൊണ്ടുവായോ. തിരുവെത്തും സമ്മതം എന്ന് വെച്ചാൽ തിരുവെഴുത്ത്, അതായത് സമ്മതിച്ചുകൊണ്ടുള്ള ആ സമ്മതപത്രം, ഇയാളെ അകത്തേക്ക് വിട്ടുള്ളൂ എന്നുള്ള കരിമലക്കോട്ടയുടെ റാണിയായ കുഞ്ഞിക്കന്നിയുടെ സമ്മതപത്രം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ, ആ സമ്മതം കിട്ടിയാൽ മാത്രമേ നിങ്ങളെ അകത്തേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നാകെ ദേഷ്യം വന്നു. അവർ രണ്ടുപേരും കൂടിയിട്ട് എന്തു ചെയ്തു, അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി നടന്നിരിക്കുന്ന സമയത്ത് ഒരു ദിക്കിൽ കാവൽക്കാരെ ഒരു അവസരം കിട്ടി വഴിക്ക് എന്തോ ഒരു ഗോഷ്ടി കാണിച്ചിട്ട് അവരുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാനായിട്ട് കണ്ടാച്ചേരി ചാപ്പനെ ഒന്ന് നോക്കിയോ അതേനെക്കുറിപ്പ്. അപ്പം മനസ്സിലാവും അവർക്ക്, ഞാനിപ്പോൾ അകത്ത് കയറും, നീ ഇവിടെ എന്തെങ്കിലും ഇവരെ ഒന്ന് അവരുടെ ശ്രദ്ധ മാറ്റാനായിട്ട്. കണ്ടാച്ചേരി ചാപ്പൻ അവിടെ ഒന്നങ്ങോട്ട് തലകുത്തി മറിഞ്ഞു. അപ്പം എന്താന്ന് വിചാരിച്ചാൽ അവരൊന്നും നോക്കണം സമയങ്ങളിൽ തിരുവെത്തും സമ്മതവും വേണ്ടെനിക്ക്. കരിമല വാഴുന്ന കുഞ്ഞിക്കന്നിയുടെ ആ തിരുവെത്തും സമ്മതമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇന്ന് കരിമല പോകും കേട്ടോ, ഞാൻ ഇന്ന് കരിമല കോട്ടയ്ക്കകത്തേക്ക് കയറി പോവുക തന്നെ ചെയ്യും എന്ന് പറയല്ല കൊട്ടത്താനൊരൊറ്റ. അവിടെ ചെന്നു. അവിടുന്ന് പിന്നെയും പുറപ്പെട്ട് നടന്ന് കരിമലക്കോട്ടയും ചെന്നു. കരിമലക്കോട്ടയിൽ ചെന്ന് കഴിഞ്ഞ് തച്ചോളി ഓമന കുഞ്ഞോദയനൻ കാക്ക ഒരു വഴി അകത്തേക്ക് കിടക്കല്ല. കാക്കാതൻ കോട്ട ഇരുമ്പഴി കോട്ട. കാക്കാതം 4ൽ 1 ഭാഗം ഇരുമ്പഴി ഇട്ടേക്കാണ്. പിന്നത്തെ 3 ഭാഗമാണെങ്കിൽ കരിങ്കല്ലുമാണ്. ഒരു വഴിയും കാണാതെ ഇരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ കണ്ടു ഓരോ കോട്ടയുടെ ഈ മതിലുകളുടെ വലുപ്പം എന്ന് പറയുന്നത് പീറ്റത്തെങ്ങോളം വലുപ്പം പൊക്കമുണ്ട്, പീറ്റത്തെങ്ങോളം പൊക്കമുണ്ട്. എന്താ ഈ പീറ്റത്തെങ്ങ് എന്ന് പറഞ്ഞാൽ ചമ്പത്തെങ്ങ് എന്ന് വെച്ചാൽ വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒരുപാട് വർഷം പഴക്കമുള്ള തെങ്ങുകൾ ഇങ്ങനെ പൊങ്ങിപ്പോയി ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നുണ്ടാവില്ലേ. ആ പീറ്റത്തെങ്ങിൻ്റെ അത്രയ്ക്ക് ഉയരമുള്ള കോട്ട എങ്ങനെ അതിൻ്റെ അപ്പുറം കിടക്കും? ഒരു വഴിയില്ല. കോട്ടമതിലുകളാണ്. അതൊക്കെ കണ്ടപ്പോൾ എന്തു ചെയ്യും എന്ന് കരുതി നിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മേപ്പോട്ട് നോക്കുമ്പോഴോ ആ കോട്ടയുടെ മുകളിലാണ് ഈ കരിമല കുഞ്ഞിക്കന്നിയുടെ കോട്ടയുടെ മുകളിൽ ഒരു കൊടി പാറുന്നുണ്ട്, വിജയക്കൊടി. അതായത് എൻ്റെ ഈ കോട്ടയ്ക്കകത്ത് കരിമല കുഞ്ഞിക്കന്നി തന്നെയാണ് വാഴണത്, ഒരാളക്കും കയറാൻ പറ്റാത്ത കോട്ട എന്ന് കാണിക്കുന്ന ഒരു കൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും ഇങ്ങനെ പോയി കണ്ടപ്പോൾ കോട്ടമതിലുകൾ 4 പാടുമൊക്കെ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ഉദയനൻ. ഈ ഉയർന്നു നിൽക്കുന്നൊരു തെങ്ങിൻ്റെ ഒരു മരം കണ്ടു. അതിൻ്റെ മുകളിലേക്ക് കയറി അവിടുന്ന് എടുത്തിട്ട് ആ തെങ്ങങ്കട്ട ഒലച്ച് മരുന്ന് ഒലച്ച് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് ചാടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രിയാണല്ലോ. രാത്രി ആരും അങ്ങനെ അറിഞ്ഞില്ല. ചെന്ന് കഴിഞ്ഞിട്ട് വേഗം ഒരു മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിറങ്ങി കോട്ടയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ, ഓരോ മുറിയിലും ഇങ്ങനെ വലിയ കോട്ട, ഒരുപാട് കിടപ്പ് മുറികളുണ്ട്. അവിടെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിലൊക്കെ തുറന്നാണ് കിടക്കണേ. കാരണം ഇത്രയും പൊക്കമുള്ള മതിൽ ചാടി ഒരാളും അകത്ത് കയറില്ല. അത് നല്ല ഉറപ്പാണെന്ന് കരുതിയിട്ട് എല്ലാ വാതിലുകളൊക്കെ അതിനകത്ത് കോട്ടയ്ക്കകത്ത് താമസ സ്ഥലമായിട്ടുള്ള കൊട്ടാരത്തിൽ
വാതിലൊക്കെ തുറന്ന് കിടക്കണേ. ഉദയൻ അവിടെ ചെന്ന് കൊട്ടാരത്തിനകത്ത് കയറി. എന്നിട്ട് ഓരോ മുറികളും ഇങ്ങനെ മാറി മാറി നോക്കി, എല്ലാ വാതിലുകളും നോക്കി. നല്ല മുറിയൊന്നു കണ്ടോദേനൻ. അപ്പോൾ വലിയ മുറിയായിട്ട്, നല്ല മുറിയായിട്ട് ഒരു മുറി കണ്ടു. അവിടെ എന്താ ചെയ്യണേ? നല്ല മുറിയിൽ കടന്നു ചെന്നു. ആ നല്ല മുറിയിലേക്ക് ഉദയനൻ അങ്ങോട്ട് കടന്നു ചെന്നു. തച്ചോളി മേപ്പയിൽ കുഞ്ഞോദേനൻ മുറിയിൽ കടന്നങ്ങോ നോക്കുന്നേരം കണ്ണാലെ കണ്ടല്ലോ കുഞ്ഞോദേനൻ ചെഞ്ചൂരക്കട്ടിലതിലിട്ടിട്ടുണ്ട്. പൊഞ്ചൂരക്കട്ടിൽ, പൊന്നിൻ്റെ നിറമുള്ള ചൂരൽക്കട്ടിൽ ആ മുറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. പട്ടിൻ കിടക്കയും വിരിച്ചിട്ടുണ്ട്, പട്ടുകിടക്കയും വിരിച്ചിട്ടുണ്ട്. എന്തത് നല്ല അലങ്കരിച്ച നല്ലൊരു കിടപ്പ് മുറിയാണ്. അപ്പോൾ ഇതുമ്മ ഈ കട്ടിൽ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കിടപ്പ് മുറിക്ക്. ഒട്ടും പഠിച്ചില്ല. ഉദയനൻ അവിടെ ആ കട്ടിലുമ്മ കയറി അങ്ങോട്ട് ഇരുന്നു. കട്ടിലുമ്മ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും അതീവ സുന്ദരിയായ സർവാഭരണ വിഭൂഷിതയായ കരിമല കുഞ്ഞിക്കന്നി ഇങ്ങോട്ട് വരിക. കുഞ്ഞിക്കരി വരുമ്പോൾ തന്നെ പറയണത്. അപ്പം കോട്ടയ്ക്കകത്ത് കയറി തച്ചോളി കുഞ്ഞോദേനൻ കിടപ്പുമുറിയിൽ, കുഞ്ഞിക്കന്നിയുടെ കിടപ്പുമുറിയിൽ ചെന്ന് കട്ടിലുമേ ഇരിക്കുക വരെ ചെയ്തു. ഇത്ര കാവൽക്കാരെയൊക്കെ വെട്ടിക്കൊല്ലണ്ടവരെയൊക്കെ കുറേ പേരെ കൊന്നു, അല്ലാത്തവരെയൊക്കെ വിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കന്നി നേരെ വരിക. കുഞ്ഞിക്കന്നി വലിയ സന്തോഷത്തോടെ ആരാണീ വന്നോണ്ടേത്? ആരായി വന്നേക്കണേ? എൻ്റെ മുറിക്കകത്ത് കട്ടിൽ മുതിരിക്ക ആരായി വന്നിരിക്കുന്നത്? എൻ്റെ മുറിയിലും വന്നോണ്ടേത്? എൻ്റെ മുറിയിലേക്ക് വന്നല്ലോ, ഇത് ആരാണങ്ങ് എന്ന് പറഞ്ഞു. അപ്പോദേനൻ അപ്പോൾ പറഞ്ഞല്ലോ കുഞ്ഞോദേനൻ. എന്താ പറഞ്ഞ? നീയൊന്നും കേട്ടില്ലേ കുഞ്ഞിക്കന്നി? നീ കേട്ടിട്ടില്ലേ കുഞ്ഞിക്കന്നി? എന്ത് കേട്ടിട്ടില്ലേ? തച്ചോളി മേപ്പേലെ കുഞ്ഞോദേനൻ. താച്ചോളി മാണിക്കത്ത് മേപ്പയിൽ തറവാട്ടിൽ ഒരു ഓദേനൻ. ഓനെ അറിയൂലേ കുഞ്ഞിക്കന്നി? ഓദേനനെ അറിയോ? കുഞ്ഞോദേനനെ അറിയോ? അറിയില്ലേ കുഞ്ഞിക്കന്നി എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കുതിച്ചുകൊണ്ട് നിൽക്കുക. അദ്ദേഹത്തെ അറിയാത്തവരാരല്ലേ? വീരശൂര പരാക്രമിയല്ലേ? 32 അംഗം പടവെട്ടി ജയിച്ച ആളല്ലേ? ആരും ബഹുമാനിക്കുന്ന ആളല്ലേ തച്ചോളി മേപ്പയിലെ കുഞ്ഞോദേനൻ. അദ്ദേഹത്തെ പറ്റി കേൾക്കാത്തവരുണ്ട്. ഞാനിങ്ങനെ കുതിച്ചിരിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്തേക്കൊന്ന് വന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മോഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോ കൊതിച്ചോണ്ട് നിന്നോണ്ടിട്ട് ഞാൻ കൊതിച്ചു നിൽക്കുകയായിരുന്നു. എങ്ങനെ? കാലൊരു 3 കൊല്ലത്തിൽ കൂടുതലായി ഞാനൊന്ന് കാണാനായിട്ട് കൊതിച്ചിരിക്കണേ. നീ ഇപ്പം വന്നത് കുഞ്ഞോദേന, നീ ഇപ്പം വന്നൂല കുഞ്ഞോദേന. അത് നന്നായി കുഞ്ഞോദേന. വലിയ സന്തോഷം, വളരെ നന്നായി എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. അപ്പോൾ ഉദയനൻ വിചാരിച്ചു ഇത് ശരിയായില്ല, ഇത് നല്ല കാര്യമാണല്ലോ, ഇത്ര പേടിച്ച പോലെയൊന്നുമില്ല. കന്നി വളരെ കരിമല കുഞ്ഞിക്കന്നി തന്നെ വലിയ സ്നേഹമായിട്ടാണല്ലോ വിളിക്കണത്, സ്വീകരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാലേ കരിമല കുഞ്ഞിക്കന്നി, ഞാൻ ഇത്രയ്ക്ക് സന്തോഷമൊക്കെയാണ് നിനക്ക്, എന്നോട് അത്രയും സ്നേഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, വെറ്റില ചുരുട്ടേടോ കുഞ്ഞിക്കന്നി. എന്നാൽ വെറ്റില ചുരുട്ടി താ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് അന്നത്തെ ശയനം ആ ഭവനത്തിലാവാം, കുഞ്ഞിക്കന്നി ഒരുമിച്ചാകാം എന്നുള്ളതിൻ്റെ ഉദയനൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മതം. നീ വെറ്റില ചുരുട്ടി താ, എന്നിട്ട് നമുക്കിവിടെ സഹശയനം നടത്താം എന്നുള്ള രീതിയിൽ വെറ്റില ചുരുട്ടി എന്ന് പറഞ്ഞു. വെറ്റില ചുരുട്ടി ഞാൻ തരാം, വെറ്റിലയൊക്കെ ചുരുട്ടാം, നമുക്കിവിടെ സഹശയനവും നടത്താം. എനിക്ക് വലിയ സന്തോഷമായി കുഞ്ഞോദേനൻ വന്നതും കണ്ടതും ഒക്കെ. പക്ഷെ അതിന് മുൻപൊരു കാര്യം, കോട്ടപ്പണിയൊന്നും കാണണ്ടേ, ഈ കോട്ടയുടെ അത്രയും വലിയ കോട്ട എന്നാണ്. അപ്പോൾ ഉദയനൻ നോക്കിയപ്പോൾ തച്ചോളിമേ കുഞ്ഞോദേനൻ പറഞ്ഞു,
അതിനെന്താ കോട്ടപ്പണി നമുക്ക് കാണാമല്ലോ. അങ്ങനെ വേഗം കട്ടിൽ വന്ന് എന്തെന്നാ വരൂ നമുക്ക് കോട്ടപ്പണി കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരോ 2, 3, 4 മുറികളൊക്കെ ഇങ്ങനെ ഓരോരോ ഇന്ന മുറികളാണ് ഇന്നാരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാണിച്ചു കൊടുത്ത് കൊണ്ടുപോയി ഒരു ദിക്കി ചെന്നപ്പോൾ ഈ ഒരു കോട്ടപ്പണി കാണാനായിട്ട് ഒരു ദിക്കി ചെന്നപ്പോൾ തൊട്ടൊപ്പം നടന്ന് പോയി. ഒരു മുറിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒതേനനിങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി. ഇടനാഴിയിൽ ആ മുറിക്കകത്തേക്ക് പോവുകയാണ്, ഏറ്റവും ലാസ്റ്റായിട്ടുള്ള മുറിക്ക് ഒരു വലിയ ഇതിന്. അപ്പോൾ അകത്തേക്ക് അങ്ങോട്ട് കടന്ന വഴിക്ക് എന്ത് ചെയ്തു, കരിമല വാഴുന്ന കുഞ്ഞിക്കന്നി എന്താ ചെയ്തതെന്ന്, തച്ചോളി മേപ്പലെ കുഞ്ഞോദേനൻ ഓനെയങ്ങു കല്ലറയിലാക്കുന്നല്ലോ. അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വേഗം അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ വാതിലും ഇങ്ങോട്ട് അടച്ചു, കുറ്റിയും കൊളുത്തു കട്ടു. ഒതേനൻ അപ്പുറത്ത് കന്നി ഇപ്പുറത്ത്, കല്ലറയ ഓളങ്ങടച്ചിട്ട് പൂട്ടുന്നല്ലോ. വാതിലങ്ങോട്ട് അടച്ച് പൂട്ടിട്ടു. എന്നിട്ടോ എന്ത് ചെയ്തു, അപ്പോഴേ തച്ചോളി ഒതേനനാണ് ഓനങ്ങ് പൊട്ടിക്കരയുന്നല്ലോ. ദൈവമേ എന്തായി പറ്റിയേ എന്ന് വിചാരിച്ചങ്ങോട്ട് പെട്ടെന്ന് അയ്യോ പറ്റിയില്ലോ ചതി, കരിമലക്കോട്ടയിൽ പെട്ടുപോയില്ലോ എന്ന് കരുതി അങ്ങോട്ട് കരയാനായിട്ട് തുടങ്ങി ഒതേനൻ. അത് കഴിഞ്ഞപ്പോഴേക്കും ഒതേനൻ ഇവിടെ വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സമാധാനമായിട്ട് കന്നിയുടെ അറയിൽ പോയി സുഖമായിട്ട് കിടന്നു. ഒതേനൻ കോട്ടയ്ക്കകത്ത് കയറിയിട്ട് കാണാനില്ല, ഒതേനനെ കാണാനില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗണ്ടാച്ചേരി ചാപ്പൻ ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ ഒതേനെ കാണാനില്ല. അപ്പോൾ മനസ്സിലായി ഏതാണ്ടൊരു ചതിയിലൂടെ പെട്ടിട്ടുണ്ട് ഒതേനൻ, അതുകൊണ്ടാണ് ഒതേനൻ തിരിച്ചു വരാത്തത് എന്ന് കരുതി ഈ കരിമല വാഴുന്ന കുഞ്ഞിക്കന്നിയുടെ കോട്ടയിൽ എവിടെയോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഒതേനൻ എന്ന് തീരുമാനിച്ച് കുഞ്ഞിച്ചാപ്പൻ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ കാവൽക്കാരോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഒരാൾ കോട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. കന്നി തന്ത്രം ഉപയോഗിച്ച് അയാളെ പിടിച്ച് കല്ലറയിൽ അടച്ചിട്ടുണ്ടെന്ന്. അയ്യോ ചതി പറ്റിയില്ലോ എന്നല്ലേ. ഒട്ടും മടിക്കാതെ കണ്ടാച്ചേരി ചാപ്പൻ തച്ചോളി മേപ്പയിൽ വീട്ടിൽ ചെന്ന് കോമപ്പക്കുറുപ്പിനെ കണ്ട് പറയാനായിട്ട് മേപ്പയിലേക്ക് പോവുകയും ചെയ്തു. ഇക്കരിമല കുഞ്ഞിക്കന്നിയുടെ കോട്ടയിൽ കുടുങ്ങിയ ഒതേനനെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? കണ്ടാച്ചേരി ചാപ്പന വല്ല കൗശലവും തോന്നാറ്. ഇപ്പോൾ ഒരു കൗശലവും തോന്നണമില്ല. ഈ കുഞ്ഞിക്കന്നി ഏത് തരത്തിലുള്ള അസാമാന്യ ധൈര്യശാലിയാണ് അവൾ, അക്കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. എന്നല്ലാതെ ഒതേനനെ രക്ഷിക്കാനുള്ള മാർഗം ആരായണമെന്ന് കരുതി വേഗം ചെന്ന് മേപ്പയിൽ വീട്ടിൽ പറയുകയും ചെയ്തു. ആര് വരും ഇനി, ആരെ കൊണ്ടാവും, എന്ത് കൗശലം ഉപയോഗിച്ചാണ് ഒതേനനെ കോട്ടയിൽ നിന്ന് രക്ഷിക്കുക എന്ന് നമുക്ക് നാളെ കാണാം. ഇന്ന് കരിമല കോട്ടയിലെ കുഞ്ഞിക്കന്നിയുടെ കോട്ടയിൽ ഒതേനൻ കല്ലറയിൽ കുടുങ്ങിപ്പോയി, തടവിലാക്കപ്പെട്ടു. ഇത്രയും പറഞ്ഞൊന്ന് നിർത്തുകയാണ്. 2ാം ഭാഗം നാളെ 1ാം ഭാഗം പറയും. എല്ലാവരും ഈ കഥ താല്പര്യത്തോടെ കേൾക്കും. ഒതേനനെ രക്ഷിക്കല്ലേ, ആര് വരും ഒതേനനെ രക്ഷിക്കാൻ? നോക്കാം നമുക്ക്. എല്ലാവർക്കും നന്ദി.